എനിക്ക് പ്രണയങ്ങൾ മൊത്തം ഇഷ്ടമാണ്. ഓരോ തലമുറയിൽ പ്രണയത്തെ പറ്റിയുള്ള വലിയൊരു കാഴ്ചപ്പാട്. ശരിക്കും പറഞ്ഞാൽ ഫാമിലി ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന അടുത്തിടെ ഇറങ്ങിയ ഒരു നല്ല പടം. കൊച്ചിലെ മുതൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടുവന്നിരുന്ന പ്രണയങ്ങൾ നല്ല രസമുള്ള പ്രണയം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഏതൊരു പ്രായത്തിലും പ്രണയം ഉണ്ടാവും. അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. പ്രണയത്തിന് ഭയങ്കര ഒരു ഡെപ്ത് ഉള്ളൊരു സിനിമ കണ്ടിട്ട് കുറേ നാളായി. നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും എന്നെ അട്രാക്ട് ചെയ്തൊരു പരിപാടി അതായിരുന്നു. നല്ലൊരു പ്രണയം ആസ്വദിക്കാൻ പറ്റട്ടെ, എല്ലാവർക്കും കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ഒരു പ്രണയം കൈൻഡ് ഓഫ് ജോണറാണ് മൂവി. അപ്പോൾ ആ ഒരു ഫീലിംഗ്, ആ ഒരു നല്ല ഫീലിംഗ് എന്തായാലും മൂവി കണ്ടിറങ്ങുമ്പോൾ ഉണ്ട്. എല്ലാവരും അവരുടെ എല്ലാ ക്യാരക്ടേഴ്സും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു. എല്ലാവരും വന്ന് നല്ല ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്, കല്ലെറിയൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുഡ് മൂവി, നല്ല പ്രണയം, നല്ല രസം, എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ കാണാൻ പറ്റിയ പടം. നല്ല സിനിമ, ഫാമിലിക്ക് കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്, എല്ലാവരും കാണണം. ഒരു ജീവിത കഥ വളരെ ഭംഗിയായിട്ട് വരച്ച് കാണിച്ചിരിക്കുന്നു എന്നുള്ളൊരു തോന്നി. ഇത്രയും ഒരു നല്ലൊരു കുടുംബ പശ്ചാത്തലത്തിലേക്ക് വരുന്ന, അല്ലെങ്കിൽ കുടുംബത്തിന് കാണാൻ കൊള്ളാവുന്ന ഒരു സിനിമയാണെന്ന് വിചാരിച്ചില്ല. ഇപ്പോൾ കണ്ടപ്പോൾ തൃപ്തിയായി, സന്തോഷമായി. സത്യമായിരിക്കണം, ആര് പ്രണയിച്ചാലും സത്യമായിട്ട് പ്രണയിക്കും. പ്രണയത്തിൽ പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ ഒരു പ്രണയം നടക്കുമ്പോൾ നമ്മൾ പറയും എന്തോ പ്രണയം ഫുള്ള് സക്സസ് ആകുന്നത്, എല്ലാ ഓട്സിനെയും ബീറ്റ് ചെയ്ത് പ്രണയം സക്സസ് ആക്കുന്നത് സിനിമയിൽ മാത്രമാണെന്ന് പറയും. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല കാണിച്ചത്. പ്രണയം സക്സസ് ആവാത്ത പ്രണയങ്ങളും കാണിച്ചുകൊണ്ട് തന്നെ വളരെ ഒരു റിയലിസ്റ്റിക് ടച്ച് സിനിമയ്ക്കുണ്ട്. കാരണം ഒരു റൊമാൻറ്റിക് സംഭവങ്ങളെ നമ്മൾ അവരെ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് ജീവിപ്പിച്ചാൽ അതിനൊരു കൊമേഴ്ഷ്യൽ വാല്യൂ കൂടും, കാണുന്നവർക്ക് ഇൻട്രസ്റ്റ് ജനിപ്പിക്കും. പക്ഷേ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ പ്രണയത്തിനെതിരെ നിൽക്കുന്നതാര്, നമ്മുടെ സമൂഹം എതിരെ നിൽക്കും, നമ്മുടെ ജാതി മതം, ചിലപ്പോൾ കൂട്ടുകാർ. ഇപ്പോൾ ചിലവർക്ക് ജോലി ഇല്ലാത്തത് കൊണ്ടാണ് പ്രശ്നം. ചിലവർ ജോലിയിലായി കഴിഞ്ഞാൽ അവരുടെ ജോലിയുടെ സ്റ്റാറ്റസും ഇവരുടെ ജോലിയുടെ സ്റ്റാറ്റസും അത് തൂക്കി നോക്കിയിട്ട് അതിൽ പ്രശ്നം. പിന്നെ നമ്മളൊരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ പിന്നെ നമ്മുടെ കൂടെ ഉണ്ടാകുന്നവർക്ക് അതുകൊണ്ടുണ്ടാകുന്ന നാണക്കേട്, അങ്ങനെ ഇതിൽ ടച്ച് ചെയ്യാത്ത ഏരിയകൾ കുറവാണെന്ന് പറയാം. നമ്മൾ അങ്ങനെ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അത് വളരെ സ്ട്രോങ് ആയിട്ടൊരു ഉപദേശം രീതിയിൽ പോകുന്നില്ല. നമ്മളത് ആ ഓരോ 3-4 കഥകൾ കാണുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള കഥകളായിട്ട് അത് അവതരിപ്പിക്കുന്നതിൽ സംവിധാനം വിജയിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒരു ഫാമിലിക്ക് ഉള്ള എല്ലാമുള്ള ഒരുപാട് ഒരുപക്ഷെ നമുക്ക് കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അർത്ഥങ്ങൾ കണ്ടെത്താവുന്ന രീതിയിലുള്ള മീനിങ്ങുകളുള്ള ഒരു സിനിമയായിട്ടാണ് കഥ ഇതുവരെ.